നമ്മൾ ചിന്തിക്കുന്നു. എ പെയർ ഓഫ് ഓപ്പൺ സിസേഴ്സ് ഫോം ആൻ ആംഗിൾ. അതുപോലെ തന്നെ ആൻ ആംഗിൾ ഈസ് മെയ്ഡ് ബൈ ദ ഹാൻഡ്സ് ഓഫ് ദി ക്ലോക്ക്. എ ലാഡർ പ്ലേസ്ഡ് അഗെയിൻസ്റ്റ് ദ വാൾ ഫോംസ് ആൻ ആംഗിൾ. എ സാൻഡ്വിച്ച് സ്ലൈസ് ഓർ ആൻ എഡ്ജ് ഓഫ് എ ടേബിൾ ആൾസോ ഫോംസ് ആൻ ആംഗിൾ. ഇത് ICSE 6th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും റെഫർ ചെയ്യാൻ ഇടയായിരുന്നു. ഫോർ ബദൻ ഈവൻ കാൾഡർ ലിബർട്ടി. ഇത് സെവൻത് അഡ്വന്റിസ്റ്റ് സ്കൂളുകാർ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ബുക്കാണ്. 6th സ്റ്റാൻഡേർഡിലാണ്, ICSE ആണ്. ആ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 219 ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ അവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇത് കുട്ടുമോന് പറഞ്ഞു കൊടുക്കാൻ ഇടയിൽ തരുന്നപ്പോഴത്തേക്കും റെക്കോർഡ് ചെയ്താണ്, ഇമേജസ് എടുത്തതാണ്. ആംഗിൾസ് ആൻഡ് ദെയർ കൺസ്ട്രക്ഷനാണ്. പിന്നീട് നമ്മൾ വരുന്നത് ഇപ്രകാരമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഓഫ് എൻ ആംഗിൾ അതെങ്ങനെയാണെന്ന് കുട്ടികൾ അതുകൊണ്ട് കേട്ടെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഫോർ ബദൻ ഈവൻ കാൾഡർ ലിബർട്ടി, ഗ്രീൻ എർത്ത് പബ്ലിക്കേഷൻസിൻ്റെ ബുക്കാണ്. ഫോർ ബദൻ ഈവൻ കാൾഡർ ലിബർട്ടി, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഓഫ് എൻ ആംഗിൾ. ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും എപ്രകാരമാണെന്ന് പറയുന്നു. അതായത് ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾസ് പലതരമുണ്ട്. മനസ്സിലാകുന്നുണ്ട്? അക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, അതുപോലെ തന്നെ റൈറ്റ് ആംഗിൾ, സ്ട്രെയിറ്റ് ആംഗിൾ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആംഗിൾ ഉണ്ട്, റിഫ്ലക്സ് ആംഗിൾ ഉണ്ട്. റിഫ്ലക്സ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആംഗിളിൽ നിന്നും ഇന്റീരിയർ ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഈ സ്കൂളിലേക്ക് ധാരാളം പേരൻസ് കുട്ടികളെ കൊണ്ടാക്കുകയും അതുപോലെ തന്നെ അവർ കുട്ടികൾ പോയ ശേഷം മടങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ ഓഫ് ആംഗിൾസ്. ആംഗിൾസിൻ്റെ കമ്പാരിസൺ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ പ്രതിപാദിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? പലതരം ആംഗിൾസ് ഉണ്ട്. അതായത് അക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, സ്ട്രെയിറ്റ് ആംഗിൾ, അതുപോലെ റിഫ്ലക്സ് ആംഗിൾ, കംപ്ലീറ്റ് ആംഗിൾ, ഇങ്ങനെയുള്ള പല ആംഗിൾസ്, റൈറ്റ് ആംഗിൾ, ഇങ്ങനെയുള്ള 6 തരം ആംഗിളിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻ ആംഗിൾ, ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ളതും ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു. പിന്നെ മെഷറിങ് ആൻ ആംഗിൾ യൂസിങ് എ പ്രൊട്രാക്ടർ, പ്രൊട്രാക്ടർ കൊണ്ട് ഒരു ആംഗിൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ അവിടെ പ്രതിപാദിക്കുന്നു. ഫോർ ബദൻ ഈവൻ കാൾഡർ ലിബർ, ഡ്യുവൽ സ്കെയില്, പിന്നെ ഒറിജിൻ ഓർ സെൻറ്റർ പോയിന്റ് എന്നുള്ള അർത്ഥത്തിലും പറയുന്നു. ഇത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 221 ഇത് പ്രതിപാദിക്കുന്നത്. എന്നെ ഈ ലൈവിൽ കാണുന്ന ഏവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 6th സ്റ്റാൻഡേർഡിലെ ICSE സിലബസ് 6th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് ആണ്. ജോമെട്രി എന്നുള്ള പാഠത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ആംഗിൾ ഏകദേശം ഒരു 6 തരം ആംഗിൾ ഉള്ളതായിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു. പേജ് നമ്പർ 221 ഇപ്രകാരമാണ് പറയുന്നത്. ആദ്യം ഈ ലൈവിൽ കാണുമ്പോഴത്തേക്കും ലോകത്തെമ്പാടുള്ള ആളുകൾക്ക് ഇത് പിന്നീട് വിശദമായൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ആസ് എ യൂട്യൂബർ ഇവിടെ ഒരു പ്രോമോ എന്നുള്ള സീരിയലൊക്കെ പ്രോമോ കാണിക്കത്തില്ല, അതുപോലെ കാണിക്കുന്നതേ ഉള്ളൂ. പേജ് നമ്പർ 221 ഇങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആംഗിൾ ABC ഇങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വേണമെങ്കിൽ അതൊന്ന് കൈ കൊണ്ട് കാണിച്ചു തരാം. ABC മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ PQR ആണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. കണ്ടോ?